വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. മത്സ്യത്തൊഴിലാളി കായലിൽ മുങ്ങി മരിച്ചു. വൈപ്പിൻ ചെറായി ബീച്ച് സ്വദേശി ഇന്ദുരാജാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആഫ്രിക്കൻ പായൽ മാറ്റുന്നതിനിടെ കലുങ്കിനടിയിൽപ്പെട്ടാണ് മരണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികയുടെ 3.5 പവൻ മാല പൊട്ടിച്ചെടുത്ത കേസിൽ ഒരാൾ പിടിയിലായത് അരിക്കടമുക്ക് സ്വദേശി ഹാജ ഹുസൈൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയം താഴത്തങ്ങാടിയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരം റദ്ദാക്കി. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. മഴ കാരണം ഫിനിഷിംഗിന് മെച്ചപ്പെട്ട സമയം ലഭിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തൃശൂർ വാഴച്ചാലിൽ ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നു ഈ വർഷത്തെ മാർച്ച്. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ വിജയികളായ കുളമംഗലം AMLPC സ്കൂളിലെ കുട്ടികൾക്ക് സ്വീകരണം നൽകി. അധ്യാപകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കാളികളായി. വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വൈക്കം MLA CK ആശ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 69 സ്കൂളുകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ചെങ്ങന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി സേവന കേന്ദ്രമൊരുക്കി പോലീസ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയ സേവന കേന്ദ്രം ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ബാർ അസോസിയേഷനിൽ അഭിഭാഷകർക്ക് അംഗത്വ വിതരണം നൽകി. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാജ വിജയരാഘവൻ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. India's biggest wedding fest now in Karnagapalli.